വീഡിയോ തീർത്തും മമ്മൂക്ക ഫാൻസിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആയിട്ടാണ്. മറ്റുള്ള ആളുകൾ കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ കണ്ടാലും കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ മറ്റുള്ള ആളുകൾ വെറുതെ ഇരുന്നിട്ട് വെറുതെ ബുദ്ധിമുട്ടണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ളൂ. കാണുന്നവർക്ക് കാണാം. മലയാള സിനിമയിൽ 2000-ൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ മമ്മൂക്ക സിനിമകൾക്ക് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു. അതായത് തുടരെ ഇങ്ങനെ ബമ്പർ ഹിറ്റുകളും മെഗാ ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളും ഒരുപാട് നൽകിയ വർഷങ്ങളായി 2000 to 2010. ആ ഒരു വർഷക്കാലം എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ താണ്ഡവായിരുന്നു. കാരണം എത്ര താരങ്ങളുണ്ടെങ്കിലും മമ്മൂക്ക സിനിമകളോട് ഏറ്റുമുട്ടാൻ ഒരു താരങ്ങൾക്കും എന്താ പറയുക ഒരു പവർ ഇല്ലാത്തൊരു ടൈമായിരുന്നു. ആ ഒരു കാലയളവിൽ ഇറങ്ങിയ സിനിമയാണ് അണ്ണൻ തമ്പി എന്ന അൻവർ റഷീദ്, അതായത് രാജമാണിക് എന്ന വമ്പൻ ഹിറ്റിന് ശേഷം അൻവർ റഷീദും മമ്മൂക്കയും ഒന്നിക്കുന്ന ബെന്നി പി നായരമ്പലത്തിൻ്റെ സ്ക്രിപ്റ്റിൽ വന്ന ഒരു ചിത്രമായിരുന്നു. ഒരു കോമഡി ആക്ഷൻ മാസ് മസാല ചിത്രമായിരുന്നു അണ്ണൻ തമ്പി. തിയേറ്ററിൽ അന്നേയുള്ള എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ആ ചിത്രം ഭേദിച്ചിട്ടാണ് മുന്നേറിയത്. അപ്പം ഈ ചിത്രം ഇറങ്ങിയ ഒരു ടൈമിൽ അപ്പോൾ ഏകദേശം എനിക്കൊക്കെ എൻ്റെ ചെറുപ്പകാലം തന്നെ ഞങ്ങൾക്കൊക്കെ അന്ന് തോന്നിയൊരു സംഭവമുണ്ട്. അന്ന് നമ്മളൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. എത്ര ആളുകൾക്ക് ഇത് കണക്റ്റ് ആവുമെന്ന് അറിയില്ല. എൻ്റെ ഒരു ഒപ്പീനിയനിൽ അതായത് രാജമാണിക്ക് 2005 ഇറങ്ങി, അതുപോലെ തന്നെ അതിനുശേഷം തുറുപ്പുകുലാൻ ഇറങ്ങി. അപ്പോൾ ഈ രണ്ട് ചിത്രത്തിൽ മമ്മൂക്കയുടെ ഈ അണ്ണൻ തമ്പിൽ മമ്മൂക്കയുടെ കോസ്റ്റ്യൂമുണ്ട്, ഒരു ജുബ്ബ ഇട്ടിട്ടുള്ള ഒരു. അപ്പം നമ്മളൊക്കെ പറയുന്നത് വെച്ചാൽ ഇത് രാജമാണിക്യത്തിലെ മമ്മൂക്കയാണ്. പിന്നെ വേറൊരു കഥാപാത്രം മമ്മൂക്ക ഒരു ഓവർകോട്ട് ഉള്ളിൽ ബനിയനൊക്കെ ഇട്ട്. അപ്പോൾ ഇത് തുറുപ്പുകുലാൻ്റെ ഈ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ പടമാണ് അണ്ണൻ തമ്പി എന്നൊക്കെ പറയും. അന്ന് എനിക്ക് എൻ്റെ ഫേവറേറ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ പറഞ്ഞാൽ അണ്ണൻ്റെ ക്യാരക്ടറായ എന്താണ് അപ്പുവിൻ്റെ ക്യാരക്ടറാണ്. പക്ഷേ ഇതിലെ നായകൻ അച്ചു ആണെന്ന് നമ്മളൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും അറിയണം. കാരണം അന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ, എൻ്റെ ഒരു എല്ലാവർക്കും ഇഷ്ടകാരം ഒരു നന്മയുള്ള ക്യാരക്ടറാണ് അച്ചുവിൻ്റെ ക്യാരക്ടർ. കുറച്ച് എന്താണ് ഒരു നെഗറ്റീവായി തോന്നുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ അപ്പുവിൻ്റെ, ഒരു പിടിവാശിക്കാരനായ കാര്യം. പക്ഷേ അച്ചുവിൻ്റെ ക്യാരക്ടർ നല്ല രസമുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി അന്ന് അപ്പുവിന് കാരണം ഒരു എന്താ ആക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു അപ്പുവിൻ്റെ ക്യാരക്ടറോട് മമ്മൂക്കയുടെ ആ ക്യാരക്ടറോടാണ് പോയത്. പക്ഷെ ഈ കുറച്ച് കാലങ്ങൾക്ക് ശേഷം പിന്നീട് റിയലൈസ് ചെയ്യാണ് ഇതിന് ശരിക്കുള്ള നായകൻ അച്ചു ആണെന്ന്. എൻ്റെ കാര്യം പറഞ്ഞത് മറ്റുള്ളവർക്ക് എങ്ങനെ തോന്നിയെന്നല്ല, നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം മനസ്സിലാവാണ് ഇത് ശരിക്കുള്ള നായകൻ അച്ചുവാണ്. കാരണം ആ സിനിമയിലെ ക്ലൈമാക്സ് രംഗത്തിൽ അത് നമുക്ക് കൃത്യം മനസ്സിലാവും. ക്ലൈമാക്സിൽ ആ ഫൈറ്റിൽ പ്രത്യേകിച്ച് ആ എന്താണ് നമ്മളെ സിദ്ദീഖ് മറ്റേ അപ്പു എന്ന ക്യാരക്ടർ മമ്മൂക്ക ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് വില്ലന്മാരെ അടിച്ചിട്ട് അച്ചുവിൻ്റെ ഒരു എൻട്രി ഉണ്ട്, ഒരു BGM ഉണ്ട്, മാരക BGM ഉണ്ട്, ബ്ലാക്ക് ജുബ്ബൊക്കെ ഇട്ട് കാണ്ട് ഇങ്ങനെ വരുന്നു. ആ ഒരു BGMൽ തിയേറ്റർ ഇങ്ങനെ കോരി തെരിച്ചിട്ടുണ്ടാവും. ആ ഒരു ഇതിൽ നമുക്ക് മനസ്സിലായി ഇതിൽ ശരിക്കുള്ള നായകൻ അച്ചുവാണ്. കാരണം പിന്നെ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോൾ തന്നെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു. കാരണം എല്ലാം കൊണ്ടും എന്താണ് പറ്റിക്കപ്പെടുകയാണ് അപ്പു എന്നുള്ള ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് നമുക്കൊക്കെ മനസ്സിലാവുകയാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് എനിക്ക് ശരിക്കും അറിയാൻ മനസ്സിലായി. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എനിക്കൊരു 4-5 കൊല്ലമായിട്ട് എനിക്ക് അതിനൊരു റിയലൈസ് ചെയ്ത്. കാരണം നമ്മളൊക്കെ അന്ന് വിചാരിക്കുന്നത് ശരിക്കും അപ്പുവാണ് മെയിൻ. കാരണം അപ്പുവാണ് ഒരു വില്ലത്തരം കാട്ടുന്നത്, അപ്പുവാണ് അപ്പു ഇൻട്രോ ഒക്കെ മമ്മൂക്കയുടെ ഇൻട്രോ പറഞ്ഞാൽ മാരക ഇൻട്രോ മമ്മൂക്ക കൊടുത്തത് അപ്പുവിൻ്റെ ക്യാരക്ടറാണ്. നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ആദ്യം അപ്പുവിന് നമുക്ക് സ്വാഭാവികം വരുമ്പോൾ ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം തോന്നും. പക്ഷെ പിന്നീട് മനസ്സിലായി അച്ചുവാണ് ശരിക്കും അണ്ണൻ തമ്പിയിലെ നായകൻ. അങ്ങനെ എത്ര ആളുകൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കാരണം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, മറ്റുള്ളവർക്ക് എങ്ങനെ തോന്നണമെന്നില്ല. എന്തായാലും എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന ആളുകളും വിയോജിക്കുന്ന ആളുകളുണ്ടാവും, ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ എനിക്ക് ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ജസ്റ്റ് അതിനൊരു വീഡിയോ ചെയ്യണമെന്ന് നിർബന്ധമായി തോന്നി. അപ്പോൾ അതുകൊണ്ട് ചെയ്താണ്. ആർക്കൊക്കെ അങ്ങനെ അഭിപ്രായം തോന്നിയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ശരി, എന്നാൽ സപ്പോർട്ട് ചെയ്യും എല്ലാവരും.